ലഭിക്കുന്നില്ല. എന്താണ് ചെയ്യേണ്ടത്? ശ്രദ്ധിക്കുക, ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് അല്ലെങ്കിൽ സ്പേസ് എന്നിവ കൊടുക്കരുത്. അങ്ങനെ ചെയ്താൽ ഇൻവാലിഡ് ഫോർമാറ്റ് എന്ന് കാണിക്കും. രജിസ്റ്റർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇമെയിൽ ഐ ഡി ശരിയായ രീതിയിൽ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ OTP വെരിഫിക്കേഷനായുള്ള സ്ക്രീൻ കാണാം. ഒപ്പം നിങ്ങളുടെ ഇമെയിലിൽ വൈറ്റൽ ജോബ്സിന്റെ OTP ഇമെയിൽ വന്നിട്ടുണ്ടാകും. ആ നമ്പർ തെറ്റാതെ കൃത്യമായി ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് കൊടുത്താൽ OTP വെരിഫിക്കേഷൻ പൂർത്തിയായി. പലപ്പോഴും OTP ഇമെയിൽ ഇൻബോക്സിൽ തന്നെ കാണണമെന്നില്ല. അത്തരം സന്ദർഭങ്ങളിൽ സ്പാം ഫോൾഡർ കൂടി ചെക്ക് ചെയ്യാൻ മറക്കരുത്. OTP ഇമെയിൽ ടൈപ്പ് ചെയ്യുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാകാനും സാധ്യതയുണ്ട്. OTP ഇമെയിൽ കിട്ടുന്നില്ലെങ്കിൽ ഇതുമൊന്ന് ശ്രദ്ധിക്കണേ. എന്നിട്ടും ശരിയാകുന്നില്ലെങ്കിൽ തൊട്ട് താഴെയുള്ള കസ്റ്റമർ കെയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വാട്സ്ആപ്പ് വഴി ഞങ്ങളുമായി ബന്ധപ്പെടാം. ഇത് ബുദ്ധിമുട്ടായി തോന്നുന്നവർക്ക് വളരെ സിമ്പിളായി OTP വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാം. അതിനായി ലോഗിൻ പേജിൽ തന്നെ കൊടുത്തിട്ടുള്ള സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്ന ഓപ്ഷൻ ട്രൈ ചെയ്യാം. സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എങ്ങനെയാണെന്ന് നോക്കാം. വളരെ ലളിതമായി വെരിഫിക്കേഷൻ പൂർത്തിയാക്കാൻ ഈ മെത്തേഡിലൂടെ സാധിക്കും. അതിനായി സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഡിവൈസിലെ ലോഗിൻ ചെയ്ത എല്ലാ ജിമെയിൽ ഐഡികളും പ്രത്യക്ഷമാകും. ഇതിൽ ഏത് ഇമെയിൽ ഐ ഡിയാണ് ഉപയോഗിക്കേണ്ടതെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന സ്ക്രീനിൽ കണ്ടിന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ വെരിഫിക്കേഷൻ പൂർത്തിയായി. ഫോണിന്റെ സ്ക്രീൻ സൈസ് അനുസരിച്ച് ചിലപ്പോൾ സ്ക്രോൾ ചെയ്യേണ്ടതായി വന്നേക്കാം. എനിക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നില്ല. രജിസ്ട്രേഷൻ ഫോം എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇമെയിൽ വെരിഫിക്കേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് വരുന്നതാണ് രജിസ്ട്രേഷൻ ഫോം. ഇതിൽ നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, വാട്സ്ആപ്പ് നമ്പർ, ഫോൺ നമ്പർ എന്നിവ സബ്മിറ്റ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫോൺ നമ്പറുകൾ ടൈപ്പ് ചെയ്യുമ്പോൾ കൺട്രി കോഡും ഫോൺ നമ്പറും അതാത് സ്ഥലങ്ങളിൽ തന്നെ സബ്മിറ്റ് ചെയ്യുക. ശേഷം പെർമനന്റ് അഡ്രസ് ഡീറ്റെയിൽസ് എന്നതിന് തൊട്ട് താഴെയുള്ള എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ കൺട്രി ഇന്ത്യ എന്നതിന് താഴെ പിൻകോഡ് കൃത്യമായി സബ്മിറ്റ് ചെയ്യുക. ശേഷം വീട്ടുപേർ, വീട്ടു നമ്പർ എന്നിവ എൻ്റർ ചെയ്യുക. അടുത്തതായി നിങ്ങളുടെ പോസ്റ്റ് ഓഫീസ് ഏതാണെന്ന് എൻ്റർ ചെയ്യുക. ശേഷം ഫൈൻഡ് പ്ലേസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ സേവ് ബട്ടൺ ആക്റ്റീവ് ആകും. അപ്പോൾ മാത്രം സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ രജിസ്ട്രേഷൻ ഫോമിൽ പെർമനന്റ് അഡ്രസ് കംപ്ലീറ്റ് ആയി. ഇനി ഇന്ത്യക്ക് പുറത്താണ് നിങ്ങളുടെ വിലാസമെങ്കിൽ എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൺട്രി ഫീൽഡിൽ ഇന്ത്യ എന്നതിന് പകരം ശരിയായ രാജ്യം സെലക്ട് ചെയ്യുക. ശേഷം തൊട്ട് താഴെ നിങ്ങളുടെ ലൊക്കേഷൻ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ സജഷൻസ് കാണിക്കും. അതിൽ നിന്നും നിങ്ങളുടെ എക്സാക്ട് ലൊക്കേഷൻ സെലക്ട് ചെയ്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്കളുടെ പെർമനന്റ് അഡ്രസ്സും പ്രസന്റ് അഡ്രസ്സും വ്യത്യാസമുണ്ടെങ്കിൽ മാത്രം തൊട്ട് താഴെയുള്ള നോ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുക. ശേഷം താങ്കളുടെ ജോബ് പ്രിഫറൻസ് സബ്മിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ജോലികൾ അഥവാ പ്രിഫേർഡ് ജോബ് ടൈറ്റിൽസ് മാർക്ക് ചെയ്യുന്ന വിധം എങ്ങനെയെന്ന് നോക്കാം. മാനേജ് പ്രിഫേർഡ് ജോബ് ടൈറ്റിൽസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ജോബ് ടൈറ്റിൽസ് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. അതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോബ് ടൈറ്റിൽസ് സെലക്ട് ചെയ്യുക. പരമാവധി 25 ജോബ് ടൈറ്റിൽസ് വരെ ഇവിടെ ഒരേ സമയം സെലക്ട് ചെയ്ത് സേവ് ചെയ്യാനായി സാധിക്കും. ഇതിൽ നിങ്ങളുടെ ആവശ്യാനുസരണം എപ്പോൾ വേണമെങ്കിലും പിന്നീട് മാറ്റം വരുത്താം. അതിനുശേഷം രജിസ്റ്റർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. താങ്കൾ ശരിയായി തന്നെ എല്ലാ ഫീൽഡും സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ താങ്കളുടെ പേരിലും ഫോൺ നമ്പറുകളിലും തെറ്റുകളില്ല എന്ന് ഉറപ്പുവരുത്താനായി പറയുന്നത് കാണാം. ശ്രദ്ധിക്കുക, നിങ്ങളുടെ പേരും ഫോൺ നമ്പറുകളും ഒരിക്കൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് മാറ്റം വരുത്താനായി സാധിക്കില്ല. അതിനാൽ ആവശ്യമെങ്കിൽ മാത്രം മാറ്റങ്ങൾ വരുത്തി തൊട്ട് താഴെയുള്ള കണ്ടിന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതല്ല, രജിസ്റ്റർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് മാറ്റം സംഭവിക്കുന്നില്ല എങ്കിൽ മുകളിൽ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഫീൽഡ് സബ്മിറ്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് നോക്കുമോ? അതുപോലെ ഫോൺ നമ്പറിലും വാട്സ്ആപ്പ് നമ്പറിലും കൺട്രി കോഡ് അതത് സ്ഥലങ്ങളിലല്ലേ കൊടുത്തിരിക്കുന്നത് എന്നും ഉറപ്പാക്കണം. എന്നിട്ടും ശരിയാകുന്നില്ലെങ്കിൽ തൊട്ട് താഴെയുള്ള കസ്റ്റമർ കെയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വാട്സ്ആപ്പ് വഴി ഞങ്ങളുമായി ബന്ധപ്പെടാം. എങ്ങനെയാണ് 99 രൂപ അടയ്ക്കേണ്ടത്? ആപ്പിന്റെ ഹോം പേജിൽ താഴെ വലത് ഭാഗത്ത് മെനു എന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് പ്ലാൻസ് ആൻഡ് ബില്ലിംഗ് സെലക്ട് ചെയ്യുക. അപ്പോൾ 99 രൂപയുടെ പാക്കേജ് കാണാം. അതിന് താഴെ പേ നൗ എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ പേയ്മെന്റ് മോഡ് ഏതാണെന്ന് ചോദിക്കും. ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ വഴിയാണ് പേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ UPI എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം
അതാത് പേയ്മെന്റ് ആപ്പ് വഴി പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാം. മറ്റൊരു ഫോണിലെ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ വഴി എങ്ങനെ പേയ്മെന്റ് ചെയ്യാം? നേരത്തെ പറഞ്ഞ രീതിയിൽ UPI ഓപ്ഷൻ സെലക്ട് ചെയ്താൽ UPI ID ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. അതിൽ പേയ്മെന്റ് അടപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുടെ UPI ID സബ്മിറ്റ് ചെയ്യുക. ശേഷം തൊട്ടു താഴെയുള്ള പേ 99 എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ UPI IDയിൽ പറഞ്ഞിട്ടുള്ള ആളുടെ ഫോണിൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേയിൽ പേയ്മെന്റ് അടയ്ക്കാനുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാകും. അത് ഓപ്പൺ ചെയ്ത് പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്താൽ മതി. ശ്രദ്ധിക്കുക, ഇത് മൊത്തം 4 മിനിറ്റിനുള്ളിൽ ചെയ്തു തീർക്കണം. ഇപ്പോൾ രജിസ്ട്രേഷൻ മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. അതായത് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ, കമ്പ്യൂട്ടർ നോളജ്, പ്രൊഫഷണൽ സ്കിൽസ്, വർക്ക് എക്സ്പീരിയൻസ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിൽ ചേർക്കുക എന്നുള്ളത്. 99 രൂപ അടച്ചിട്ടും ജോലിക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട്? താങ്കളുടെ പേയ്മെന്റ് സ്റ്റാറ്റസ് സക്സസ് ആയിരുന്നുവെന്ന് ഉറപ്പാക്കുമല്ലോ. അതല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ പ്രൊഫൈൽ ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ടായിരിക്കാം. നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, പ്രൊഫഷണൽ സ്കിൽസ്, കമ്പ്യൂട്ടർ നോളജ്, വർക്ക് എക്സ്പീരിയൻസ് ഇതെല്ലാം പ്രൊഫൈലിൽ ചേർത്തതിന് ശേഷം ഒരിക്കൽ കൂടി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ടും ശരിയാകുന്നില്ലെങ്കിൽ തൊട്ട് താഴെയുള്ള കസ്റ്റമർ കെയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വാട്സ്ആപ്പ് വഴി ഞങ്ങളുമായി ബന്ധപ്പെടാം. വൈറ്റൽ ജോബ്സിൽ എന്റെ പ്രൊഫൈൽ കംപ്ലീറ്റ് ആക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? ഒരു ജോലി ലഭിക്കുന്നതിന് 3 തരത്തിലാണ് വൈറ്റൽ ജോബ്സ് നിങ്ങളെ സഹായിക്കുന്നത്. സെർച്ച് കാൻഡിഡേറ്റ് എന്ന ഫീച്ചർ വഴി ജോലി ഒഴിവുകൾ പോലും റിപ്പോർട്ട് ചെയ്യാതെ എംപ്ലോയേഴ്സ് നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുന്നു. അതുപോലെ ജോലി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ അതിന് യോജിച്ചതാണെങ്കിൽ വൈറ്റൽ ജോബ്സിൽ നിന്നും മോസ്റ്റ് സ്യൂട്ടബിൾ സജഷൻ ലിസ്റ്റ് വഴി നിങ്ങളുടെ പ്രൊഫൈൽ എംപ്ലോയേഴ്സിന് സജസ്റ്റ് ചെയ്യപ്പെടുന്നു. എല്ലാറ്റിനുമുപരി വൈറ്റൽ ജോബ്സിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകളിലേക്ക് നേരിട്ട് അപേക്ഷിക്കണമെങ്കിലും നിങ്ങളുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ആയിരിക്കണം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ആണെന്ന് ഉറപ്പാക്കുമല്ലോ. ഞാൻ 99 രൂപ അടച്ചു. എന്നെ ഇതുവരെ ആരും ജോലിക്കായി വിളിച്ചില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? രജിസ്ട്രേഷൻ ഫീസ് അടച്ചതുകൊണ്ട് മാത്രം വൈറ്റൽ ജോബ്സ് നിങ്ങൾക്ക് ഉപകരിക്കില്ല. നിങ്ങളുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്ത് ആപ്പിൽ റിപ്പോർട്ട് ചെയ്യുന്ന ജോലിക്ക് അപേക്ഷിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുമല്ലോ. സജഷൻ ലിസ്റ്റ് വഴിയോ സെർച്ച് കാൻഡിഡേറ്റ് വഴിയോ എംപ്ലോയേഴ്സ് നിങ്ങളെ പരിഗണിക്കുന്നുണ്ടോ എന്ന് അലേർട്ട് ഹബിലെ നോട്ടിഫിക്കേഷൻ വഴി ശ്രദ്ധിക്കുമല്ലോ. 99 രൂപ അടച്ചിട്ടും വീണ്ടും 99 രൂപ അടയ്ക്കാൻ പറയുന്നു. കാരണം എന്താണ്? ഒരുപക്ഷെ താങ്കളുടെ പേയ്മെന്റ് ട്രാൻസാക്ഷൻ എറർ ആയതാകാം. ഒന്നുകിൽ ആപ്പ് റിഫ്രഷ് ചെയ്യുകയോ അല്ലെങ്കിൽ ക്ലോസ് ചെയ്ത് വീണ്ടും ഓപ്പൺ ആക്കുകയോ ചെയ്യുക. എന്നിട്ടും ശരിയാകുന്നില്ലെങ്കിൽ തൊട്ട് താഴെയുള്ള കസ്റ്റമർ കെയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വാട്സ്ആപ്പ് വഴി ഞങ്ങളുമായി ബന്ധപ്പെടാം. 99 രൂപ അടച്ചാൽ എനിക്ക് ജോലി ലഭിക്കുമോ? ജോലി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്ന എംപ്ലോയേഴ്സിനെയും നിങ്ങളെയും ഇടനിലക്കാരില്ലാതെ നേരിട്ട് ബന്ധിപ്പിക്കുക മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. റിക്രൂട്ട്മെന്റിന്റെ പിന്നീടുള്ള ഒരു ഘട്ടങ്ങളിലും ഞങ്ങൾ ഇടപെടുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആത്മാർത്ഥമായ ശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ ജോലി നേടുക എന്നുള്ള ലക്ഷ്യം കൈവരിക്കാനാകൂ എന്ന് വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. എനിക്ക് ജോലി അത്യാവശ്യമാണ്. അതിനായി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വൈറ്റൽ ജോബ്സിൽ രജിസ്റ്റർ ചെയ്ത് പ്രൊഫൈൽ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നും ഇഷ്ടപ്പെട്ട ജോലി ഏതാണ് വേണ്ടതെന്ന് പ്രൊഫൈലിൽ മാർക്ക് ചെയ്തിട്ടുണ്ടെന്നും ഉറപ്പുവരുത്തുക. ശേഷം പോർട്ടലിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇഷ്ടപ്പെട്ട ജോലികൾക്ക് നേരിട്ട് അപേക്ഷിക്കുക. ഒപ്പം അതാത് എംപ്ലോയേഴ്സിനെ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുക. അലേർട്ട് ഹബിലെ നോട്ടിഫിക്കേഷൻസ് ശ്രദ്ധിക്കുന്നുണ്ടെന്നും പുതിയ അവസരങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അപേക്ഷിക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുക. എങ്ങനെയാണ് ജോലിക്ക് അപേക്ഷിക്കേണ്ടത്? വൈറ്റൽ ജോബ്സിൽ രജിസ്റ്റർ ചെയ്ത് പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ആപ്പിന്റെ ഹോം പേജിൽ തന്നെയുള്ള ജോബ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒഴിവുകൾ കാണാം. അതിൽ അനുയോജ്യമായ ജോലി ഒഴിവുകൾ കണ്ടെത്തി ക്വിക്ക് അപ്ലൈ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഫോൺ അല്ലെങ്കിൽ വാട്സ്ആപ്പ് അല്ലെങ്കിൽ ഇമെയിൽ വഴി അതാത് എംപ്ലോയറായി നേരിട്ട് ബന്ധപ്പെടുക. ശേഷം എംപ്ലോയർ ആവശ്യപ്പെടുന്ന തീയതിക്കും സമയത്തിനും ഹാജരായി അഭിമുഖം വിജയകരമായി പൂർത്തിയാക്കുക. ആവശ്യമെങ്കിൽ കൃത്യമായ ഫോളോ അപ്പും നടത്തുവാൻ ശ്രദ്ധിക്കുക. എനിക്ക് ഇഷ്ടപ്പെട്ട ജോലി ഒഴിവുകൾ മാത്രമായി കാണാൻ സാധിക്കുമോ? തീർച്ചയായും. താങ്കളുടെ പ്രൊഫൈലിൽ ഇഷ്ടപ്പെട്ട ജോലികൾ പ്രിഫറൻസ് ആയി മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ശേഷം ഹോം പേജിൽ പ്രിഫേർഡ് ജോബ്സ് ബൈ യു എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട ജോലികൾ എംപ്ലോയേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്ന മുറയ്ക്ക് അത് മാത്രമായി കാണാൻ സാധിക്കും. എന്റെ യോഗ്യതയ്ക്കും തൊഴിൽ പരിചയത്തിനും അനുസൃതമായ ശമ്പളം ലഭിക്കുന്ന ജോലി എങ്ങനെ കണ്ടുപിടിക്കാം? താങ്കൾ ജോബ് പ്രിഫറൻസസ്
കൃത്യമായി സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ശേഷം ജോലി ഒഴിവുകൾ ലിസ്റ്റ് ചെയ്തിടത്തു നിന്നും അഡ്വാൻസ്ഡ് ഫിൽട്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ട ജോലി ഒഴിവുകൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ അതാത് എംപ്ലോയീസിനെ നേരിട്ട് ബന്ധപ്പെടുക. വൈറ്റൽ ജോബ്സ് വഴി എനിക്ക് ഇന്റർവ്യൂ കോൾ ലഭിച്ചു. ഇന്റർവ്യൂവിൽ സെലക്ട് ആകാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇഷ്ടപ്പെട്ട ജോലിക്ക് വേണ്ടിയുള്ള ഇന്റർവ്യൂവിന് അവസരം ലഭിച്ചതിൽ അഭിനന്ദനങ്ങൾ. നല്ലവണ്ണം പരിശീലിച്ച് സമയനിഷ്ഠ പാലിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ തന്നെ താങ്കൾ പെർഫോം ചെയ്യുക. വൈറ്റൽ ജോബ്സ് വഴി എനിക്ക് ജോലി ലഭിച്ചാൽ എത്ര രൂപയാണ് ഞാൻ കമ്മീഷൻ നൽകേണ്ടത്? ഞങ്ങൾ ഒരു ജോബ് കൺസൾട്ടൻസി അല്ല. തൊഴിൽ ദാതാക്കളെയും ഉദ്യോഗാർത്ഥികളെയും തമ്മിൽ നേരിട്ട് ബന്ധപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ദൗത്യം. നിങ്ങളുടെ സാലറി നിങ്ങളുടെ മാത്രം അധ്വാനത്തിന്റെ ഫലമാണ്. അത് നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അതിൽ നിന്ന് ഒരു രൂപ പോലും വൈറ്റൽ ജോബ്സിന് വേണ്ടി നൽകേണ്ടതില്ല. ഇതിനോടൊപ്പം തന്നെ വൈറ്റൽ ജോബ്സിൽ നിങ്ങളുടെ കറന്റ് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. നിങ്ങൾക്ക് ജോലി ലഭിച്ചാൽ മെനുവിൽ നിന്നും ആർ യു ഹയർഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അതിലുള്ള ഡീറ്റെയിൽസ് ഫിൽ ചെയ്ത് സേവ് ചെയ്യുക. ഇങ്ങനെ ജോലി ലഭിച്ചവരെ മാത്രം ഉൾപ്പെടുത്തി തികച്ചും സൗജന്യമായി അവർക്ക് ആവശ്യമുള്ള പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ട്രെയിനിങ്ങും സമീപ ഭാവിയിൽ തന്നെ നൽകുന്നതാണ്. എന്റെ ജോലി അപേക്ഷയുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് അറിയാൻ ഞാൻ എന്ത് ചെയ്യണം? പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത് അതാത് എംപ്ലോയേഴ്സുമായി നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജോബ് ആപ്ലിക്കേഷന്റെ ലേറ്റസ്റ്റ് സ്റ്റാറ്റസ് വൈറ്റൽ ജോബ്സ് വഴി തന്നെ എംപ്ലോയേഴ്സ് അപ്ഡേറ്റ് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ അപ്ഡേറ്റ് ലഭിക്കുന്നതിനായി എപ്പോഴും അതത് എംപ്ലോയേഴ്സിനെ തന്നെ നേരിട്ട് ബന്ധപ്പെടാൻ മറക്കരുത്. അതിനുവേണ്ടി ആപ്പിന്റെ ഹോം പേജിലുള്ള അപ്ലൈഡ് ജോബ്സ് എന്ന ഓപ്ഷനിൽ കൂടി പരിശ്രമിക്കുമല്ലോ. ഞാൻ ഒരുപാട് ജോലികൾക്ക് അപേക്ഷിച്ചു, പക്ഷേ റെസ്പോൺസ് ഉണ്ടായില്ല. എന്താണിങ്ങനെ? വൈറ്റൽ ജോബ്സിൽ റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഒഴിവുകളും എല്ലാവർക്കും ഒരുപോലെ തുറന്ന അവസരങ്ങളാണ്. അതുകൊണ്ട് തന്നെ അപേക്ഷകളുടെ എണ്ണ കൂടുതൽ കൊണ്ട് എംപ്ലോയേഴ്സിന് യഥാസമയം റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കാത്തതായിരിക്കാം. നിങ്ങളുടെ പ്രൊഫൈൽ അവരുടെ ആവശ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതാണെങ്കിൽ തീർച്ചയായും അവർ നിങ്ങളുമായി ബന്ധപ്പെടുന്നതായിരിക്കും. നമ്മുടെ നാട്ടിൽ ഒരു ജോലി ഒഴിവ് റിപ്പോർട്ട് ചെയ്യുന്നത് മുതൽ ആ ഒഴിവിലേക്ക് ഒരാൾ ജോയിൻ ചെയ്യുന്നത് വരെ വേണ്ടിവരുന്ന സമയം ശരാശരി 30 ദിവസമാണ്. അതുകൊണ്ട് തന്നെ താങ്കളുടെ ഭാഗത്തു നിന്നും ക്ഷമാപൂർവമുള്ള ഫോളോ അപ്പ് ഉണ്ടാകേണ്ടത് അഭികാമ്യമാണ്. വൈറ്റൽ ജോബ്സ് വഴി എനിക്ക് വിദേശ രാജ്യങ്ങളിൽ ജോലി ലഭിക്കുമോ? വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് എംപ്ലോയേഴ്സ് വൈറ്റൽ ജോബ്സിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ വിദേശ രാജ്യങ്ങളിലെ ജോലി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് ആവശ്യമായ സർക്കാർ അംഗീകാരം ലഭിക്കുന്നതിനുള്ള നടപടികൾ ഞങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആയത് പൂർത്തിയാകുന്ന മുറയ്ക്ക് വിദേശ രാജ്യങ്ങളിലെ ഒഴിവുകളിലേക്കും വൈറ്റൽ ജോബ്സ് വഴി അപ്ലൈ ചെയ്യാവുന്നതാണ്. വൈറ്റൽ ജോബ്സ് വഴി എങ്ങനെയാണ് നല്ലൊരു റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യാനായി സാധിക്കുക? വൈറ്റൽ ജോബ്സിൽ നിങ്ങളുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം മാത്രമേ റെസ്യൂമെ ബിൽഡർ ഉപയോഗിക്കാൻ പാടുള്ളൂ. വൈറ്റൽ ജോബ്സ് ആപ്പ് ഓപ്പൺ ചെയ്താൽ ഏറ്റവും താഴെ മെനു എന്നതിന്റെ ഇടത് ഭാഗത്ത് റെസ്യൂമെ ബിൽഡർ എന്ന ഓപ്ഷൻ കാണാം. അതല്ലെങ്കിൽ മെനുവിൽ ക്ലിക്ക് ചെയ്താൽ മുകളിൽ നിന്നും രണ്ടാമതായി റെസ്യൂമെ ബിൽഡർ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ പ്രൊഫൈലിൽ ഫിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഓരോ ടാബായി കൊടുത്തിരിക്കുന്നത് കാണാം. ഓരോന്നും ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് എല്ലാം ശരിയാണെന്ന് ഉറപ്പുവരുത്തുക. അതിൽ ഏറ്റവും താഴെ ബയോഗ്രഫി എന്ന ടാബ് കാണാം. നിങ്ങളെക്കുറിച്ച് ഏറ്റവും നല്ല രീതിയിൽ മറ്റൊരാളോട് പറയേണ്ട കാര്യങ്ങളാണ് ഇതിൽ കൊടുക്കേണ്ടത്. ഇത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാനായി വൈറ്റൽ ജോബ്സ് നല്ലൊരു AI ടൂൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ മുകളിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി റീഡ് ചെയ്ത് തികച്ചും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ബയോഗ്രഫി ജനറേറ്റ് ചെയ്യുന്നത് കാണാം. അത് വായിച്ചു നോക്കി ഓക്കെ ആണെങ്കിൽ തൊട്ട് താഴെയുള്ള ക്രിയേറ്റ് റെസ്യൂമെ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ ഫോട്ടോ സെലക്ട് ചെയ്യാനായി ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും ക്രിയേറ്റ് റെസ്യൂമെ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏത് ടെംപ്ലേറ്റിലുള്ള റെസ്യൂമെ ആണ് വേണ്ടത് എന്ന് സെലക്ട് ചെയ്ത് താഴെ ക്രിയേറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ റെസ്യൂമെ ജനറേറ്റ് ചെയ്ത് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. വാട്സ്ആപ്പ് സെലക്ട് ചെയ്ത് നിങ്ങളുടെ തന്നെ നമ്പറിലേക്ക് അയക്കാവുന്നതാണ്. ഈ റെസ്യൂമെ ഓപ്പൺ ചെയ്ത് എല്ലാം സൂക്ഷ്മമായി വായിച്ചതിനു ശേഷം ആവശ്യമായ തിരുത്തലുകൾ വരുത്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിക്ക് വേണ്ടി അതാത് എംപ്ലോയേഴ്സിന് അയച്ചു കൊടുക്കാവുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ബയോഗ്രഫി ഫിൽ ചെയ്യാൻ വേണ്ട AI ടൂൾ നമ്മുടെ വാലിഡിറ്റി പീരീഡിൽ ഒരു തവണ മാത്രമേ ഇത് ഉപയോഗിക്കാനായി സാധിക്കൂ. അതുകൊണ്ട് പരമാവധി എല്ലാ ഡീറ്റെയിൽസും പ്രൊഫൈലിൽ ഫിൽ ചെയ്തതിനു ശേഷം മാത്രമേ AI ടൂൾ ഉപയോഗിക്കാൻ പാടുള്ളൂ.
ഓരോ തവണയും റെസ്യൂമെ ബിൽഡ് ചെയ്തതിനു ശേഷം ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി റെസ്യൂമെ പൂർണ്ണമാക്കാനായി പരിശ്രമിക്കുമല്ലോ. എങ്ങനെയാണ് എന്റെ റെസ്യൂമെ അപ്ലോഡ് ചെയ്യേണ്ടത്? വൈറ്റൽ ജോബ്സിൽ റെസ്യൂമെ അപ്ലോഡ് ചെയ്യുക എന്നതിനേക്കാൾ ഏറ്റവും പ്രധാനം നിങ്ങളുടെ പ്രൊഫൈലിൽ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തലാണ്. കാരണം ഇതാണ് എംപ്ലോയേഴ്സ് സെർച്ച് കാൻഡിഡേറ്റ് ഫീച്ചറിൽ സെർച്ച് പാരാമീറ്റേഴ്സായി ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ റെസ്യൂമെ അപ്ലോഡ് ചെയ്യുന്നതിനായി മെനുവിൽ പോകുക. അതിൽ ഏറ്റവും മുകളിലായി നിങ്ങളുടെ പേരും ഇമെയിൽ ഐഡിയും കാണിച്ചിട്ടുണ്ടാകും. അതിന് തൊട്ടു താഴെ അപ്ലോഡ് റെസ്യൂമെ എന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫയൽ സെലക്ട് ചെയ്താൽ റെസ്യൂമെ അപ്ലോഡ് ആകും. പ്രത്യേക ശ്രദ്ധയ്ക്ക്, പരമാവധി 300 KB വരെയുള്ള ഫയൽസ് മാത്രമേ ഇവിടെ സ്വീകരിക്കൂ.